ഓറഞ്ച് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പുറത്തെ വ്യൂ. ഇപ്പുറത്തിനെക്കാട്ടും സൂപ്പറാണ് കേട്ടോ അപ്പുറത്തെ വ്യൂ. ഇതാണ് ഫ്രണ്ട് ഭാഗത്തിൽ നല്ല നീറ്റ് ആയിട്ടാണ് ഇവർ റോഡൊക്കെ വെച്ചിരുന്നത്. എല്ലാം നല്ല നീറ്റ് ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡ് നോക്കാം. ഓരോരോ രീതിയിൽ നല്ല നീറ്റ് ആയിട്ടാണ് എല്ലാം ഇവർ ചെയ്തിരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ബാക്കിൽ ഇങ്ങനെയാണ്. ബാക്ക് കൂടെ നോക്കിക്കാണാൻ നമുക്ക് ഇങ്ങനെ കാണാം. ഈ ഫോണില് റോഡ് താഴെ സ്ഥലത്തേക്ക് വരുമ്പോൾ കറക്റ്റ് മഴക്കാലത്തിന്റെ ഫീലാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് റോഡിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. അപ്പൊ കാണില്ല. ഇത് അപ്പുറത്തൊക്കെ കണ്ട ചളി വിളിയൊക്കെ ആയിട്ട് കിടക്കുന്നു ഇവിടെ. ഇതിപ്പോ റോഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന നല്ല റോഡാണ്. ഇവിടെയൊക്കെ നല്ല വർക്കിലാണ്. ഇവിടെ നല്ല മഴ പെയ്തതിന്റെ നല്ല ഫീലുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും പറ്റുകയാണ് ഈ സ്ഥലത്തേക്ക് വരാൻ നോക്കുക. ഞാൻ ഇതുവരെ സ്ഥലം ഏതോ ചോദിച്ചിട്ടില്ല. സ്ഥലം ഏതായത് ഇപ്പൊ നമ്മൾ ആലത്തൂരിലാണ് ഉള്ളത്. ആലത്തൂർ ഈ സ്ഥലത്തേക്ക് നമ്മൾ പാലക്കാട്, നമ്മളുടെ വീട് കടമ്പഴിപ്പുറം പാലക്കാടിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആലത്തൂരിലാണ് ഇപ്പൊ ഉള്ളത്. ഒരു 45-48 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും അവിടുന്ന്. നല്ല രസമാണ് ഫ്രണ്ട്സ്. നല്ല രസമാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു മിസ്റ്ററി സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താനായി. നമ്മളിപ്പോ ഇന്ത്യൻ ഓയിലൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇനി കുറച്ചും കൂടി ദൂരമുണ്ട്. ഇവിടെയൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഒരു തനി നാട്ടുമ്പുറം സ്ഥലം. അപ്പുറത്ത് കുളമാണ് തോന്നുന്നു. അപ്പുറത്തേക്ക് വലിയൊരു ദ്വാരം മുട്ട പോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരു ഫോറസ്റ്റ് ഏരിയ. നമ്മുടെ നിലമ്പൂർ ഫീലൊക്കെ വരുന്നുണ്ട്. ഞാൻ നിലമ്പൂരിലേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ടൂറിന്. അപ്പോഴും ഇതേപോലെ നല്ല ഇരുണ്ടിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ നല്ല രാവിലെ ആണെങ്കിലും അവിടെ നല്ല തണലായിരുന്നു അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലം. അച്ഛാ അങ്ങോട്ട് പോകണോ? തിരിച്ചു വരുമ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് ഒരു പെറ്റ്സ് പാർക്കാണ്. സൗണ്ട് കുറച്ചിട്ട് ഇവിടുന്ന് സംസാരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന ഒരു പെറ്റ്സ് പാർക്കിലാണ്. പാമ്പിനെയൊക്കെ ഇതിൻ്റെ ഫ്ലെക്സിൽ പാമ്പിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയായി. അപ്പുറത്ത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പാമ്പിനെയൊക്കെ തൊടാൻ പോകുന്നത്. ചിലപ്പോൾ തൊടാനൊക്കെ വിടുന്നവർ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ആൾക്കാരെ. ഫ്രണ്ട്സ്, പെറ്റ്സിനൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർ നിങ്ങൾ വരിക, കാണുക, എല്ലാം ചെയ്യണം. കാരണം നല്ല രസമാണെന്നാണ് തോന്നുന്നത്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. എന്താ എനിക്ക് നല്ല പേടിയുണ്ട്. സച്ചിൻ ധീരനായിട്ട്
മതി മതി. അയ്യോ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വാ, നീ കൈ വെച്ചാൽ മതി. ഇവിടെ വാ. കൊച്ചല്ലാതെ അത് സ്ഥലം നോക്കണം. കൈ വെച്ചോ. കുട്ടികൾ ആ കണ്ട ഇത്ര കണ്ട സിമ്പിൾ. നോക്കടാ ആ കുട്ടി വെക്കൽ നോക്ക. അടുത്ത നീ വെച്ചോ. ആമ എന്തോ മുന്ത് കുഞ്ഞു സാധനം കുറങ്ങി. അല്ല ഈ കൈയിന്റെ അവിടെയും കാലിന്റെ അവിടെയും താങ്ങി. ഇപ്പോഴത്തെ എള്ളെടുക്കണം. അച്ഛാ വേണ്ടട്ടോ. കൈ രണ്ട് മങ്ങിയുള്ള കിഴി. താഴെയിടല്ലേ? എന്നോട് പറയുന്നു. ഇതില് തൊടാൻ പാടില്ലാന്ന്. നമുക്ക് തൊടാൻ തരാത്ത ആനിമൽസിൽ നമ്മൾ തൊടാൻ പാടില്ലാന്ന്. ഡ്രാഗിനകത്ത് മരം മരം അതേപോലെ അപ്പോൾ തൊട്ടോക്ക് തൊട്ടോക്ക്. അയ്യോ വീടുകളല്ലേ സാരില്ല. തൊട്ടോക്ക് തൊട്ടോക്ക്. അയ്യോ ഗൈസ് ഇഗ്വാനുണ്ട് ടോപ്പുള്ളത് ബാക്കില്. മരല്ലേ അമ്മേ പേടിയാണു. വാ എടുത്തിട്ട് വാ. എടുക്ക് ഇടുക്ക്. ഹലോ ടിമോൺ സുഖല്ലേ? ഡേഞ്ചർ എന്നൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട്. ടിമോണാണ് ഇത്ര. ഒരു കടിക്കും മാന്തും. മാന്തിയിട്ടാണ് അവരത് അതെങ്ങനെ ആക്കി കണ്ടില്ലേ? അതൊക്കെ താഴത്തെ കണ്ടില്ലേ മാന്തിയിട്ട്. ബംഗാൾ ക്യാറ്റ്. ഹലോ ബംഗാൾ ക്യാറ്റ് സുഖല്ലേ? ഒറ്റയ്ക്കുള്ളൂ. ഇത്ര സ്ഥലത്ത് നോക്ക് അതിന് കുട്ടികളുണ്ടായിട്ടുണ്ട്. കാണണ്ട ഫ്രണ്ട്സ്, ഇതാ കിറ്റൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ കുട്ടികളെ അതിന്റെ കുട്ടികളാണിത്. നല്ല കുഞ്ഞിത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചപ്പോ അതെന്തെങ്കിലും പ്ലാസ്റ്റിക് അല്ല, എന്തെങ്കിലും ഫീഡ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനമാണെന്ന് വിചാരിച്ചു. ഓസ്ട്രിച്ച് ചളിവെള്ളത്തിലാണ് ഇതിന്റെ താമസം. ഹലോ ഓസ്ട്രിച്ച്. അതിന്റെ കാല് വീഡിയോയില് കാണുന്നതല്ലാണ്ട് ഇതിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ചളിവെള്ളത്തിലാണ് നടത്തം. അച്ഛാ ഇതിന്റെ താമസം. നിന്റെ തല നല്ല കണ്ണു വഹിച്ചുണ്ട് ഇതിന്. ഇതാണല്ലേ സമയമാകുമ്പോഴേ കൊടുക്കും.
കറക്റ്റ് അതേ ടെക്സ്ചർ ഇട്ടോ. ഓസ്ട്രിച്ച് നോക്ക് ഗൈസ്. ഓസ്ട്രിച്ചിന് നല്ല നീ അവിടെ ഇരിക്കും പോയിട്ടോ. ഹോഴ്സ്. ഫ്രണ്ട്സ് ഇവിടെ ഹോൺസ് ഉണ്ട്, ഒട്ടകുണ്ട്, പശുക്കുട്ടികളുണ്ട്. ഇത് എമ്മു അല്ലേ? എമ്മു ഓസ്ട്രിച്ചല്ലേ? എമ്മു അല്ലേ? എമ്മു. ആട്ടിൻകുട്ടികൾ. ആട്ടിൻകുട്ടികളും കോഴികളും ഒരുമിച്ച്. എമ്മുവിനെ ഒരു തവണ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പശുക്കുട്ടി നോക്ക് കോഴികൾ നോക്ക് നല്ല വലുപ്പമുള്ളത് അല്ലേ? വെറൈറ്റി കോഴി, കാലിലൊരിക്കും തൊപ്പുള്ളത്. ആ അപ്പുറത്ത് പോയിട്ട് എമ്മുവിനെ കാണാം. എമ്മു മുട്ടിട്ടുണ്ടാവും, കാണാം. എമ്മു എമ്മു എമ്മുവിന്റെ മുട്ടൊന്നും ഗൈസ് ഇതാണ് എമ്മു. എവിടെ മുട്ടിട്ട് ഇത് ഫീമെയിൽ അല്ല മേലെ തോന്നുന്നു. എവിടെ മുട്ടിട്ടില്ല. ആന്റി പറഞ്ഞ എവിടെ എവിടെ മുട്ടിടുന്നല്ലേ? എമ്മു. ഇതാണ് യമു, അത് ഓസ്ട്രിച്ച്. ഹലോ. ഒന്ന് കൈ ഇട്ട് നോക്ക, കൊത്തും. പിന്നെ ഈ ഡോങ്കി ഉണ്ട്, പിന്നെ പശുക്കളും ഉണ്ട്, പിന്നെ 2 കുതിരകളുണ്ട്. കുതിര. പിന്നെ ഇതാണ് നമ്മുടെ വേറെ തരത്തിലുള്ള കോഴി, കാലിൽ വരയ്ക്കാൻ തൊപ്പുണ്ട്. ഇതിന് എന്താണെന്നറിയില്ല, വേറെ തരത്തിലുള്ള ആട്. അതിന്റെ കുട്ടിയാണെന്നുണ്ട്. ഒട്ടകം. വലിയ ഒട്ടകം. നമുക്ക് ഒട്ടകത്തിന് അടുത്ത് പോയി കാണാൻ വരും. ചെറിയ നോക്കച്ച ഡോങ്കി. ആന്ധ്രാപ്രദേശ് ഇനി തൊടാൻ പാടില്ല, തൊടണം തോന്നുന്നു, പക്ഷെ തൊടാൻ പാടില്ല. അത്ര ഡേഞ്ചർ അത്ര. ഹലോ ഡോങ്കി. പോണിറ്റെയിൽ. കറക്റ്റ് പോണിറ്റെയിൽ. ഇതാണ് പോണിയാ തോന്നുന്നത്. ഹോഴ്സ്. ഇപ്പോഴത്തെ വേറെ വലിയ ഹോഴ്സ് ഉണ്ട്. ഇത് ഭക്ഷണം കഴിക്കുകയാണ് വലിയ ഹോഴ്സ്. സാധനങ്ങൾ കാണും. അതിനുള്ള ചെറിയ ആമക്കുട്ടികള്. നിങ്ങൾക്ക് കാണണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. ചെറിയ ആമകള്. മുതലുണ്ടെങ്കിലും ആലോചിക്കുകയാണ്. സത്യം മുതലൊക്കെ കാണാം. മുതല കാണായിരുന്നു. എന്നിട്ട് സ്നേക്ക് പാർക്കിൽ ഉണ്ടായിരുന്നു മുതല. ഇതൊക്കെ ബേർഡ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ അതാ മുള്ളമ്പന്നി കുഞ്ഞു കുട്ടികള്. മുള്ളമ്പന്നി കുട്ടികള്. ഞാൻ ആദ്യമായിട്ട് മുള്ളമ്പന്നി കുട്ടികളെ കാണുന്നത്. മുള്ളമ്പന്നി കുട്ടികൾ. ഇത് പ്രാവുകളാണ്, വെറൈറ്റി പ്രാവുകൾ കേട്ടോ. അപ്പുറത്ത് കുഞ്ഞു മണ്ണി. ഇഗ്വാന. ഇത് കുഞ്ഞു കുട്ടിയാ. ഇഗ്വാന. ഇതെന്താ? ആ റാബിറ്റ് അല്ല, ഇത് മറ്റേ മൊയല് പോലത്തെ സാധനം. മുയലല്ല, എലി പോലെ ഉള്ളത്. ഇതെന്താ സാധനം എന്നറിയില്ല കേട്ടോ. താറാവ്. പിന്നെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇത് ലവ് ബേർഡ്സ് ആണ്. ഇതിനുള്ളൊന്നും ഇല്ല, ഇത് ലവ് ബേർഡ്സ് തന്നെയാണ്. ഇതെന്താ സാധനം അച്ഛാ? ഇതെന്താ? ഒരു കോഴിയില്ല, ചെറുതായിട്ടൊരു ലുക്ക് ഉണ്ട്.
ഇതെന്താ സാധനം എന്ന് അറിയില്ല കേട്ടോ. ആ മൊയലല്ല, ഇത് എലി പോലത്തെയാണ്, മൊയലല്ല. ഡു നോട്ട് ടച്ച്, ഡേഞ്ചർ, ഡു നോട്ട് ഫീഡ്. ഇതിനെ ടച്ച് ചെയ്യാൻ പാടില്ല. കാറ്റിബറയുടെ ഫേസ് മുഖത്തുനിന്ന് കണ്ടോ? കാറ്റിബറയുടെ ഫേസും നോക്ക്, അതിന്റെ കൈ നോക്ക്. മൊയില് പോലെ തന്നെ. ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ ഒന്നുമില്ല. ഇപ്പുറത്തൊന്നുമില്ല. ഇപ്പുറത്ത് വേറെ സിൽവർ പീച്ച്, ഇത് അതിന്റെ വേറെ കളറാണ്. അതൊക്കെ ഉണ്ട്. ഇപ്പുറത്തേക്ക് നമുക്ക് നോക്കിക്കാണാൻ വേറെ വേറെ സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഇതിന്റെ പേരെന്താന്ന് അറിയില്ല കേട്ടോ. പക്ഷെ പേരെന്നാ ഇവിടെ ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെ, ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷെ ഇതിനുള്ളൊന്നുമില്ല. അത് ഇത് സൗണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ. ഗ്രേ പാരറ്റ് ആണ്. ഇപ്പുറത്ത് നമ്മുടെ ആമക്കുട്ടികൾ. ഞാൻ അടുത്ത ഇതെന്താ സാധനം? ഇത് മൊയലിന്റെയാണ്. മൊയലോ? മൊയല് കടന്നുറങ്ങണം. അപ്പുറത്ത് തിരിഞ്ഞ് കണ്ട കാണാം. ബ്ലാക്ക് സ്വാൻ. ബ്ലാക്ക് സ്വാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സ്വാനെന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കൂ, എൻ്റെ ഫീറ്റ് കണ്ടില്ലേ? ഡക്കിന്റെ ഫീറ്റ് മതി, ബെയർ ഫീറ്റ്. മുട്ടയിട്ടുണ്ട് കണ്ടോ? അതാ ചെറിയതില് മുട്ടയിട്ടിട്ടുണ്ട്. ഈ ഡക്കുകളായിരിക്കും മുട്ടയിട്ടുണ്ട്. ആ ചെറുത് ഞാൻ കണ്ടു. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാ കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ലേ? മുട്ടയാണ്. ഡക്സ് ആയിരിക്കും മുട്ടയിട്ടുണ്ടാവുക. ഒരു ഡക്സും ഉണ്ട്, സ്വാനും ഉണ്ട്. ബ്ലാക്ക് സ്വാൻ ആണ് കണ്ടത്. ഡക്സും ഉണ്ട്. ഇത് ഡക്കാണ്. റാബിറ്റിനെ കാണാം. ഇത് വേറെ തരത്തിലുള്ള മുയലാട്ടോ. അതിന്റെ മുഖം കണ്ടില്ലേ? അച്ഛൻ ഇതിന്റെ മുഖം കണ്ടില്ലേ മുയലിന്റെ? വീണ്ടും വയ്ക്കുവാൻ. ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ് ആണ് ഇവിടെ ഉള്ളത്. അതവിടെ പിന്നിൽ നോക്ക്. നോക്ക്, അവിടെ ഒരാടുണ്ടോ? ഓ, ഒരാടുകൾ കുറെ ഉണ്ട് ഇവിടെ. ഇത് നോക്ക്, വലിയ പാരച്ചാണ്. ഇതിനെ നമ്മൾ ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ് എന്നാണ് പറയുന്നത്. ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ്. ഫ്രണ്ട്സ്, ഇവിടെ ഫിഷ് ആണുള്ളത്. ഇത് എന്ത് ഫിഷ് ആണെന്ന് വെച്ചാൽ നല്ല വാട്ടർഫോളൊക്കെ പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് തന്നെ നല്ലൊരു റെയിൻ ഫോറസ്റ്റ്. നെന്മാറ പെറ്റ്സ് പാർക്ക്. ഹേയ് ഡോഗി, ഇതേതാ? ബോട്ടിന്റെ കൊമ്പ്. ഓ, കുട്ടോ അതിന്റെ അടുത്തേക്ക് അച്ഛൻ നോക്കൂ. ഇത് അവിടെ വേറൊരു വെള്ള. ഇതിനുള്ളൊന്നുമില്ല. നമുക്ക് ഇതിനെ വന്ന് നോക്കാം. അതിന് പോവാ, ഞങ്ങൾക്ക് പേടിയുണ്ട്. ഡേഞ്ചർ. ആലിഗേറ്ററാണ്. ആലിഗേറ്റർ. ഇതാണ് ആലിഗേറ്റർ. ആ ചിക്കുണ്ട്. അതിന്റെ കുട്ടികളിലൊക്കെ ഉണ്ട് ഇവിടെ തോന്നുന്നുണ്ട്. ആലിഗേറ്റർ. വീഡിയോ എടുക്കാൻ പാടോ?
പറക്കാറായിട്ടില്ല. ഇത് വേറെ ടൈപ്പ് ഓരോരോ സാധനങ്ങളുണ്ട്. എനിക്ക് അടുത്ത് പോകുമ്പോൾ ലവ് ഓടിയാണ് ബേർഡ്സ് ഉണ്ട്. വിസ്കി. നല്ല വലിയൊരു ബോർഡാണ്. പാരറ്റ് പോലെ തന്നെ കേട്ടോ. ഇത് സിൽവർ. ഇത് ആനക്കൊണ്ട് ഇവിടെ കാണില്ല കേട്ടോ. ആനക്കൊണ്ടാന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എവിടെയും കാണില്ല. പക്ഷെ ആനക്കൊണ്ടാന്ന് എഴുതിയിട്ടില്ല. എവിടെ പോയി ആനക്കൊണ്ട? പാമ്പ് ആനക്കൊണ്ടേക്ക് തിന്നാനൊരു കോഴിക്കുട്ടി ഇട്ടിരിക്കുകയാണ് അത്. ഇവിടെ വേറെ പാമ്പുണ്ട്. വെള്ളത്തിലിട്ടാ കിടക്കണം. കോഴിക്കുട്ടി ഇട്ടിരിക്കുകയാണ് തിന്നാൻ വേണ്ടിയിട്ട്. ചെയ്യാത്ത കോഴിക്കുട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതാ മുകളിലൊക്കെ ആനക്കൊണ്ട. ഇതാ ഇതൊക്കെ ആനക്കൊണ്ടയാ? ആനക്കൊണ്ടയുടെ ചെറിയ കുട്ടികളാ? ഇതിലൊന്നുമില്ല. ഇതിനുമില്ല, അപ്പുറത്തേനും. ഇത് തുറന്നെടുക്കുന്നു. അപ്പൊ ഇതിനെനിക്ക് എടുത്തിട്ടുണ്ടാവേ. ഇതിനെടുത്തിട്ടായി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. ഇത് ഏത് സാധനം? പാമ്പിന്റെ വേറെ വെറൈറ്റി ഉണ്ട്. പാമ്പ് തല കാണിച്ച് കിടക്കും. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഇതല്ലേ പാമ്പല്ലേ? ഈ സ്ഥലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇതിനൊക്കെ നല്ല വില ഉണ്ടാവൂലേ? ഓടി ഫ്രണ്ട്സ്, ഒക്കെ നമ്മൾ പോവുകയാണ്. ഇനി ഒരു സ്ഥലത്തേക്ക് കൂടി നമുക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കടയിൽ പോയിട്ടാണ് സ്നാക്സ് കഴിക്കുന്നത്. ആളേനുണ്ടല്ലോ മേടിച്ചിട്ടുണ്ട്. 2 ലേസ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ 5 രൂപ അത് മേടിച്ചു. ഞങ്ങളൊരു വേറെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മുടെ പോലത്തെ ഒരു വേറൊരു കാർ. ഇത് നമ്മുടെ കാറാണ്. കേരള ഗവൺമെൻറ് തന്നെയാണ് വിത്ത് വിമാന്തര
എന്തോ സ്ഥലമാണ് അറിയില്ല കേട്ടോ. തൈകൾ മേടിക്കാൻ നിൽക്കാണ്. ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. വൈറ്റ് ഇത് പാവല്, അത് പടവല്. കഴിപ്പിക്കാം. പിന്നെ പടവല് വേണം. ഇത് വെജി ചോളം ചോളം പ്രദേശത്ത് ചോളം ചോളം വേണോ? കോങ്ങാട് അപ്പുറം കടമ്പഴിപ്പുറം എന്നൊക്കെ പറയും. ഉണ്ടാവും. അധികം ഉണ്ടല്ലോ ചേച്ചി, അധികം സ്ഥലമില്ല. ശരി, ഒരു ബാഗിൽ വെക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ ഒന്നല്ലേ പറ്റുള്ളൂ. ഒന്നേ പറ്റുള്ളൂ. ഇതിലൊക്കെ തന്നെ പൂക്കാൻ തുടങ്ങി. ചേച്ചി എന്താവല്ലേ അതെന്താ? ചെറിയ മാവ് തോന്നുന്നുണ്ട്. ഏത്? ഇത് പല വിധത്തിലുള്ള മാവുണ്ടല്ലോ ഇവിടെ. മല്ലിക. ഇതെന്താ സാധനം? അതേതാ മാവെന്ന് അറിയില്ല. മാവല്ല, ഇത് വേറെ ഒന്നാണ്. അല്ലേ കൂടുതൽ മാവ്. ഇതെന്താ സാധനം? അതൊക്കെയാണ് കവുങ്ങ് കവുങ്ങ് കവുങ്ങിൻ്റെയാണ്. ഇത്രയും കവുങ്ങാണ് കേട്ടോ. മൊത്തം കാണാം. കവുങ്ങാ. തെങ്ങ് അപ്പുറത്തുണ്ട്. അങ്ങനെ കുറേ തെങ്ങ് അതാ അപ്പുറത്ത് കുറച്ച്. നമ്മുടെ വീട്ടിൽ തെങ്ങുണ്ട് ഗൈസ്. നമുക്ക് അൽഫോൺസ് ഒരെണ്ണം എടുക്കാം, ഒരെണ്ണം കൂടി എടുക്കാം. സിന്ദൂരം എവിടെ? മാവ് ഉയരം 1 മുതൽ 2 അടി വരെ ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് ദായാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഓൾ സീസൺ മാവ്. ഇതാണ് ഓൾ സീസൺ മാങ്ങ. മാവ് ഇപ്പൊ തൈയാണ്. മാങ്ങ പറയണ്ട പറയാണ് തയ്യാണ് ഇപ്പോ. എല്ലാ സീസണിലും ഉണ്ടാവും എന്നാ തോന്നുന്നു. ചേച്ചി ഇതിന്റെ ഇതേതാ? പറഞ്ഞാൽ മതിയോ? ഓൾ സീസൺ മാങ്ങയുടെ ഇത് കാണുമ്പോൾ ഇത് നമ്മുടെ കേട്ടോ നമ്മൾ മേടിച്ചത്. അവിടെ വേറെ ഡെസ്റ്റിനേഷനിൽ ഇനി കാണാം നമുക്ക്. ബൈ. നമ്മളിപ്പോൾ ഉള്ളത് ഗായത്രി പുഴയുടെ തീരത്താണ്. എൻ്റെ അമ്മയുടെ അതേ പേരാണ് ഗായത്രി എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഗായത്രി പുഴ കാണാം. ഇതാണ് നമ്മൾ ഗായത്രി പുഴ. ഈ പുഴ നല്ല രസമുള്ളൊരു പുഴയാട്ടോ. ഇത് ഫ്രണ്ടിലത്തെ ഈ ഭാഗം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ഭാഗം കൂടി ഉണ്ട്. ഇതിനെ നടന്ന് വന്നാൽ നമുക്ക് കാണാം. ഇത് താഴെയുള്ള ഭാഗങ്ങളാണ്. ഇത് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ. അതെന്തിനാണെന്ന് അറിയില്ല. ഇത്ര നോക്കിയിട്ട് എൻ്റെ തലയൊന്നും മുട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. ഒരു മിനി വെള്ളച്ചാട്ടം കേട്ടോ. ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പാറകളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ടണൽ പോലത്തെ സ്ഥലം. ഇത് ഇവിടെ മീനുണ്ട് ഫ്രണ്ട്സ്. ഇത് മീൻ കണ്ടല്ലോ. വെള്ളത്തി ആണെന്ന് തോന്നുന്നുണ്ട്. അതിന് മേലേക്ക് ഒരു സാധനമൊക്കെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ എൻ്റെ ക്യാമറ ഗേൾ.
വേനൽക്കാലേ ഫ്രണ്ട്സോട് നല്ല ഒഴുക്കുള്ള പുഴയാണ്. പിന്നെ നമ്മുടെ പേരൊക്കെ ഉണ്ട്. ഇവിടെ വേനൽക്കാലം ആവുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇവിടെ വെള്ളം കമ്മി. മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന പാറകളൊക്കെ ഇങ്ങനെ കൊണ്ടു. പാറകളൊന്നും കാണില്ല. ഈ കാണുന്ന പാലത്തിന്റെ മുകളിൽ കൂടെ വെള്ളം വരും ഈ മഴക്കാലമൊക്കെ ആവുമ്പോൾ. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവുക. ഇപ്പൊ വേനൽക്കാലം കൊണ്ട് ഇത്ര അധികം കുറഞ്ഞിരിക്കുകയാണ് വെള്ളം. ഇതിനെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും. ഞാൻ അച്ഛൻ്റെ ഒപ്പം പോകട്ടെ. ഫ്രണ്ട്സ് അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് നടന്നു പോയാൽ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടികൾക്ക് അഡൽസിന് ഇത് പറ്റില്ല. ഇവിടെ നല്ല ഉണങ്ങി ചുട്ടു പൊള്ളുന്ന സ്ഥലമാണ്. പിള്ളേരുടെ അമ്മ അവിടെ നിൽക്കും. രണ്ടുപേരോടൊപ്പം